ഇനി സ്വർണ്ണവിലയെക്കുറിച്ചാണ്. സംസ്ഥാനത്ത് ആശ്വാസം, സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. പവന് 6,320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ഫിനാൻഷ്യൽ ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ ചേരുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. അതിനകത്ത് സ്വർണ്ണ കച്ചവടത്തിലെ ബിസിനസ് പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മൾ കുറേ കാലമായിട്ട് ഈ ടുഡേയ്സ് ഗോൾഡ് റേറ്റ് ഈ സ്പോൺസേഡ് ബൈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ ചിന്തകൾ, ആ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ, ആ ചിന്തകളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ, ഇതൊക്കെ എത്രത്തോളം നിക്ഷേപകരുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കും എന്നതിനൊരു ഉദാഹരണമാണ് വിപണികളിൽ സംഭവിക്കുന്ന കാര്യവും. അപ്പോൾ ഇന്നലെയും സംഭവിച്ചതാണ്. ഡൊണാൾഡ് ട്രംപ് US ഫെഡറൽ റിസർവിന്റെ തലപ്പത്തേക്ക് നിലവിലെ ചെയർമാൻ ജെറോം പവലിന്റെ കാലാവധി മെയിൽ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വ്യക്തിയെ കൊണ്ടുവരുന്നു എന്ന ട്രംപിന്റെ ഒരു പോസ്റ്റ് വരുന്നു. കെവിൻ വാർഷ് ഈ പുതിയ US ഫെഡ് ചെയർമാൻ. അപ്പോൾ US ഫെഡ് ചെയറായിട്ട് കെവിൻ വാർഷ് എത്തിക്കഴിഞ്ഞാൽ അത് വിപണിയിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിക്ഷേപകർ പെട്ടെന്ന് ആശങ്കയിലാവുകയും സ്വർണ്ണവില ഇന്നലെ കുറയാൻ കാരണമാവുകയും ചെയ്തു. നമുക്കറിയാം, ഈ മാസം 29 ജനുവരി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പവന് സർവ്വകാല റെക്കോർഡായ 1,31,160 എന്ന നിലയിലേക്ക് സ്വർണ്ണത്തിന്റെ വില കൂടുന്നത്. അതിനുശേഷം ലാഭമെടുപ്പുണ്ടായി. ലാഭമെടുപ്പിന്റെ ഭാഗമായിട്ട് സ്വർണ്ണവില കുറഞ്ഞു. ഇന്നലെ 2 തവണയായി ഒരു പവന് കുറഞ്ഞത് 6,280 രൂപയാണ്. പക്ഷേ ഇന്നലത്തെ വിലക്കുറവിന് കാരണം, അതായത് $5,600 എത്തിയ സ്വർണ്ണവില ലാഭമെടുപ്പിന് ശേഷം കെവിൻ വാർഷിന്റെ നിയമനവുമായുള്ള വാർത്ത വന്നതോടുകൂടെ വീണ്ടും $4,100 മാറുന്നു. അങ്ങനെ ഇന്ന് ഒരു പവന് 6,320 രൂപ ഇടിയുന്നു. അങ്ങനെ ഇന്ന് പവന്റെ വില 1,17,760 എന്ന നിലയിലേക്ക് എത്തുന്നു. ഇന്നലെയും ഇന്നുമായി 2 ദിവസം കൊണ്ട് ഒരു പവൻ ഇടിഞ്ഞത് 12,600 രൂപയാണ്. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, 2 ദിവസം മുമ്പ് ജ്വല്ലറിയിൽ പോയി 1,31,160 രൂപ കൊടുത്ത് സ്വർണം വാങ്ങിച്ചവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുന്നു? 12,600 രൂപയാണ് ഒരൊറ്റ പവന് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഞാൻ പറഞ്ഞു കാരണം, ഒന്നാമത്തെ കാരണം കെവിൻ വാർഷ് US ഫെഡറൽ റിസർവ് ചെയർമാനായിട്ട് വരുന്നു. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ പലിശ നിരക്ക് കൂട്ടണം എന്നൊരു വാദം ഉന്നയിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴത്തെ ചെയർമാൻ മാറി അദ്ദേഹം വരുമ്പോഴേക്കും പലിശ നിരക്ക് ഉയർത്താനുള്ള ഒരു സാധ്യതയായിരിക്കും എന്ന് വിപണി ഇങ്ങനെ അനുമാനിക്കുകയാണ്. അതൊരു ഊഹമാണ്. അപ്പോൾ ആ പലിശ നിരക്ക് കൂടുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന് വില കുറയും. കാരണം സ്വർണം ആകർഷകമല്ലാതാകും. $2 കരുത്ത് കൂടുന്നുണ്ട് 2 ദിവസമായിട്ട്. ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 97.15 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡോളറിന്റെ വില കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സ്വർണം വാങ്ങുന്നതൊക്കെ ഡോളറിലായതുകൊണ്ട് തന്നെ ചെലവ് കൂടും. അപ്പോൾ സ്വർണത്തിനുള്ള ഡിമാൻഡ് കൂടും. അങ്ങനെ സ്വർണത്തിന്റെ വില കുറയും. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെയാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയെ ബാധിച്ചിരിക്കുന്നത്. ഇനി നമ്മളെ ഈ ഗോൾഡ്, സിൽവർ ETF-കളിലൊക്കെ നിക്ഷേപിച്ചവർക്ക് ഇന്നലെയും മിനിങ്ങാന്നും ഒരു എന്താ പറയുന്നത്, ഏറ്റവും മോശം ദിവസങ്ങളായിരുന്നു. 10% ഗോൾഡ് ETF-ൽ നിക്ഷേപിച്ചവർക്ക് നഷ്ടമായത്. സിൽവർ ETF-ൽ നിക്ഷേപിച്ചവർക്ക് നഷ്ടമായത് 24%. ഒരൊറ്റ ദിവസം കൊണ്ടാണെന്ന് ഓർക്കണം. ഒപ്പം തന്നെ വെള്ളിവില 1980 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവിലായിട്ടുണ്ട്. 395 രൂപയായിരുന്നു ഇന്നലെ ഒരു ഗ്രാമിന്. അത് 45 രൂപ ഒരു ഗ്രാമിന് കുറഞ്ഞ് 350 എന്ന നിലയിലേക്കാണ്. അപ്പോൾ 1 കിലോ വെള്ളിക്ക് ഇന്നത്തെ വില 3,50,000 രൂപയാണ്. അപ്പോൾ ഈ സ്വർണത്തിന്റെ ഇടിവിനോടൊപ്പം തന്നെ ഒരു വെള്ളിടിയും കൂടി ഇന്നലെ വെട്ടിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. 2 ദിവസം കൊണ്ട് $434 സ്വർണത്തിന് കുറഞ്ഞത്. പക്ഷേ ഇത് ഈ കെവിൻ വാർഷിന്റെ ഒരു വാർത്ത ഇങ്ങനെ ഒരു ഹ്രസ്വകാല മാറ്റമായി നമുക്ക് കാണാം. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്കറിയാം, വെള്ളി ഒരു ഇൻഡസ്ട്രിയൽ മെറ്റലാണ്. സ്വർണത്തിൻ്റെതായ ഒരു സുരക്ഷിത നിക്ഷേപമാണ്. ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതൊന്നും ഒരു സൊല്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് സ്വർണത്തിന്റെ വില വീണ്ടും കൂടുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.